ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൽപ്പൊടിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനതങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് ആ പേപ്പർ പീസ് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പം ആ പേപ്പർ പീസ് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഒരു സൈഡ് മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആ അളവിനനുസരിച്ച് എല്ലാ പീസും ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ പീസ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുറേ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ ആ നെക്ക് ഭാഗത്ത് ഒരു പേപ്പർ ട്യൂബ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ബോട്ടിലിൻ്റെ മറ്റേ ഭാഗവും ഈ ഭാഗവുമായിട്ട് ഒന്ന് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പേപ്പർ ട്യൂബും ആ ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മുഴുവനും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ പേപ്പർ മുകൾക്കും താഴേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ബോട്ടിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് ബോട്ടിൽ ആർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടും ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ട് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും 5:30-ക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ സമയം 5:30 ആണ്. പിന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ പേപ്പർ ട്യൂബിന് മുകളിലും താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യാൻ മുകളിൽ മാത്രം ഒന്ന് ഹോൾ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിൽ മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഡ്രൈ ആക്കിയെടുത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്